ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ വർഷം മുതൽ, അതായത് 2025 നമ്മുടെ പുതിയ വർഷം മുതൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും, നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും മാറുകയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് അല്ല ഈ വർഷം മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് പുതിയ ചാപ്റ്റർ ഏതാണെന്നൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ 3 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ബിയോണ്ട് ഫിയർ എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. എന്താ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ പേര്? ബിയോണ്ട് ഫിയർ എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പേജ്. ഓക്കെ, അപ്പൊ എന്താണ് ചിത്രത്തിൽ കാണുന്നത് നോക്കിയിട്ട് വേഗം പറയൂ. എന്താ ചിത്രത്തിൽ കാണുന്നത്? നല്ല മഴയാണ് അല്ലേ, റെയിനി സീസൺ ആണ്, നല്ല റെയിൻ ഉണ്ട്. പിന്നെ എന്താ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എന്താ, കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്, വണ്ടികളുണ്ട്. അതിനിടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു കുട്ടി ഇരുന്ന് മരം തള്ളി മാറ്റുകയാണ് അല്ലെ. വീണ മരം, അതായത് കാറ്റത്ത് മഴയത്ത് വീണ മരമായിരിക്കും. അത് എന്ത് ചെയ്യണം? ആ കുട്ടി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പുഷ് ചെയ്യണം, തള്ളുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇതാണ് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താ? The boy tries to push up the tree. He has no fear at all. He is courageous. അപ്പൊ നോക്കൂ, കുട്ടി എന്താ ചെയ്യുന്നത്? ആ മരം ഒറ്റയ്ക്ക് തള്ളി മാറ്റുകയാണ് അല്ലേ. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരു മരം ഒറ്റയ്ക്ക് തള്ളി കഴിഞ്ഞാൽ, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരം നീങ്ങോ? ഇല്ല അല്ലെ. പക്ഷെ ആ കുട്ടിക്ക് എന്തില്ല, ആ ബോയ്ക്ക് എന്തില്ല? പേടിയൊന്നുമില്ല, നല്ല ധൈര്യശാലിയാണ്. എന്താണ് കറേജിയസ് എന്ന് വെച്ചാൽ? ധൈര്യശാലി അല്ലെ. നല്ല ധൈര്യശാലിയാണ് ആ ബോയ്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് മഹാത്മാഗാന്ധിജിയുടെ ഒരു കോട്ടിങ്സോട് കൂടിയാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോട്ടിങ്സ് എന്താണെന്ന് നമുക്ക് വായിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ വരികളാണ് കേട്ടോ, മഹാത്മാഗാന്ധിജി പറഞ്ഞ വരികളാണ്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. എന്താ പറയുന്നത്? ഒരു ഹീറോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ, നായകൻ. എ ട്രൂ ഹീറോ, അപ്പൊ ഒരു നായകൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നായകൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ആളുടെ, അതായത് ആ ഹീറോന്റെ ശക്തിയിലല്ല കാര്യം, പകരം എന്താണ്? മറ്റുള്ളവരെ എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്, അതായത് അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നായകൻ അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു യഥാർത്ഥ വീരൻ, അതായത് നായകൻ, ഹീറോ എന്ന് പറയുന്നതാണ് വീരൻ അല്ലെങ്കിൽ നായകൻ എന്ന് പറയും. ഒരു യഥാർത്ഥ വീരൻ ശക്തി കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാൻ, അതായത് ഇൻസ്പയറിനെ മലയാളത്തിൽ പറയാ പ്രചോദിപ്പിക്കുക എന്നാണ് പറയാ. പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനുമുള്ള കഴിവ് കൊണ്ടാണ് നിർവചിക്കപ്പെടുന്നത്. അതായത് ആ ഹീറോയ്ക്ക് മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കാൻ, ഇൻസ്പയർ ചെയ്യാനും മറ്റുള്ളവരെ എങ്ങനെയാണ് നയിക്കുവാനുമുള്ള കഴിവ് എത്രത്തോളം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹീറോ എന്താവുന്നത്? ഹീറോ ആയി മാറുന്നത്. ആരുടെ കോട്ടിങ്സ് ആണിത്? മഹാത്മാഗാന്ധിജിയുടെ അല്ലെ. നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ കോട്ടിങ്സോട് കൂടിയാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. എന്താണ്? നമ്മുടെ ഇംഗ്ലീഷിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡോർവേ, നമ്മുടെ ഫസ്റ്റ് പേജിന് അടുത്ത പേജ് എന്താണ്? ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ഡോർവേ ആണ് അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഇവിടെ നോക്കൂ, എത്ര ചിത്രം തന്നിരിക്കുന്നത്? ഒരു 6 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഈ ചിത്രം നന്നായി നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് ആദ്യം എന്ത് ചെയ്യുക? പറയുക. ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തോന്നുന്നത്? മഹാത്മാഗാന്ധിജീന്റെ ചിത്രമുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ഫാമറിന്റെ ചിത്രമുണ്ട് അല്ലെ, ഒരു ഫാമർ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കേ, ഫ്ലഡ് ടൈമിൽ, വെള്ളപ്പൊക്ക സമയത്ത് ഒരു വൃദ്ധനെ സഹായിക്കുന്ന ഒരാളാണ് അല്ലെ, വൃദ്ധനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ ഒരു കുട്ടിയെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ, മദർ തെരേസയുടെ ചിത്രമുണ്ട്. അതേപോലെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് നോക്കിയിട്ട് എന്താണ് ഇവിടെ മനസ്സിലാവുന്നത് എന്നാണ് ഇവിടെ അടിയിൽ തന്ന 2 ചോദ്യത്തിന്റെ ആൻസറും കൂടെ നമുക്ക് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? ഇവരെല്ലാം തന്നെ ഹീറോസ് ആണ്.
ഓക്കെ, ഇവരെല്ലാരും തന്നെ എന്താണ്, ഹീറോസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹീറോ ആയിട്ട് റിമെമ്പർ ചെയ്യുന്നത്, ഓർമ്മിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ മഹാത്മാഗാന്ധിജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറോ, നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അല്ലെ ഒരു വീരനായകനാണ്, ഹീറോ ആണ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവരെയൊക്കെ ഒരു ഹീറോസ് ആയിട്ടാണ് നമുക്ക് മനസ്സിൽ റിമെമ്പർ ആവുന്നത് അല്ലെ, നമുക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഹീറോസ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അങ്ങനെ അവര് ഹീറോ ആയിട്ട് റിമെമ്പർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? they remind us a proud of legacy of service and sacrifice. എന്താണ് അർത്ഥം? എന്താ? ഇവര് പല രീതിയിൽ പല എന്താണ് സർവീസ്, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നു, അതുപോലെ സാക്രിഫൈസ് ചെയ്യുന്നു അല്ലെ. അവരെന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്, ജീവിച്ച ആൾക്കാരാണ് കൂടുതലും. അതേപോലെ നോക്കൂ, ഇവിടെ നോക്കിക്കേ, ഇവരെന്താ ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ വൃദ്ധനെ ഹെൽപ്പ് ചെയ്യണം, ഫ്ലഡില് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവരെ നമ്മൾ ഹീറോയായിട്ട് നമ്മൾ ഹീറോസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്സ് ദം ഹീറോസ്? എന്ത് സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് ഇവരെ ഹീറോ ആക്കി മാറ്റുന്നത്? എന്ത് ക്വാളിറ്റീസാ? കറേജ്, സെൽഫ്ലെസ്നെസ് ആൻഡ് നോബിൾ ക്വാളിറ്റീസ് മേക്സ് ദം ഹീറോസ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? അതെ, അവരുടെ ധൈര്യം, അതുപോലെ എന്താണ്, പ്രധാനമായിട്ട് അവരുടെ ധൈര്യം തന്നെയാണ് അല്ലെ. പിന്നെയോ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ മനസ്സ്, ഇതെല്ലാം തന്നെയാണ് അവർ എന്താക്കി മാറ്റുന്നത്? ഹീറോ ആക്കിയിട്ട് മാറ്റുന്നത്, ഹീറോസ് ആവുന്നത് അവര്. അപ്പോ സ്ട്രെങ്ത് ആണ് ഒരാളെ ഹീറോ ആക്കി മാറ്റുന്നത്? അല്ല അല്ലെ. പ്രധാനമായിട്ടുള്ള ഒരു ഹീറോ ആവാനുള്ള ക്വാളിറ്റി എന്താണ്? കറേജ് ആണ്. കറേജിനെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത്. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിമാണ് എന്ത്? ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ചെറിയ കൈകൾ എന്താണ്, പക്ഷെ വലിയ ധൈര്യമാണ്, വലിയ ധൈര്യം. അപ്പൊ ചെറിയ കൈകൾ എന്ന് പറയുമ്പോൾ കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ കുട്ടികളുടെ ധൈര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ കുറിച്ച്, ഏത് കുട്ടിയാണ്, ആ കുട്ടി എന്ത് ധൈര്യത്തോടു കൂടി എന്താണ് ചെയ്തതെന്നൊക്കെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റോറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കഥ ആദ്യം ഒന്ന് വൺ ടൈം റീഡ് ചെയ്യാം. ഫൺ ടൈം. Dilna and her little brother Isaac were playing in the backyard of their house. അപ്പൊ ഈ കഥയിലെ രണ്ട് കുട്ടികൾ ചിത്രത്തിൽ കാണുന്നില്ലേ? ഇവരാരൊക്കെയാണ്? ചേച്ചിയും അനിയനുമാണ്. ഈ കുട്ടിയുടെ പേര്, പെൺകുട്ടിയുടെ പേരാണ്, ഗേളിന്റെ പേരെന്താ? ഡിൽന. ഡിൽനയും ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ എന്ന് വെച്ചാൽ അനിയനാണ്. ഓക്കെ, അവന്റെ പേരെന്താ? ഐസക്. അപ്പൊ കുട്ടികളുടെ പേരെന്താ? ഡിൽന, ഐസക്. ഇവര് രണ്ടാളും കൂടെ കളിക്കുകയാണ്. എവിടെയാണ് കളിക്കുന്നത്? ബാക്ക്യാർഡ്. എന്താ ബാക്ക്യാർഡ് എന്ന് വെച്ചാല് വീടിന്റെ പുറകുവശം, മുറ്റം, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ബാക്ക്യാർഡ് എന്ന് പറയും കേട്ടോ. ബാക്ക്യാർഡ്, വീടിന്റെ പുറകുവശം അല്ലെങ്കിൽ മുറ്റത്തിനെയൊക്കെ നമ്മൾ ബാക്ക്യാർഡ് എന്നാണ് പറയുക. ഓക്കെ, ഡിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്. അപ്പൊ രണ്ടാളും കൂടെ നന്നായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡിൽന എന്ത് ചെയ്യുന്നത്? ഡിൽന ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഐസക്, we should go inside. I think it's going to rain. അപ്പൊ എന്താണ് ഡിൽന ഐസക്കിനോട് പറഞ്ഞത്? മേലേക്ക് മുകളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഐസക്, നമുക്ക് വേഗം ഉള്ളിൽ പോകാം, വീടിന്റെ ഉള്ളിൽ പോകാം, എനിക്ക് തോന്നുന്നു ഇപ്പൊ മഴ വരാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? ആകാശമൊക്കെ ഇരുണ്ട് മൂടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഡിൽനയ്ക്ക് മനസ്സിലായി മഴ വരാൻ പോവാണെന്ന്. Yes, let's go. Isaac nodded, a little worried. അപ്പൊ കുറച്ച് വെറീഡ് ആവുക എന്ന് വെച്ചാൽ നല്ല മഴ വരുമോ എന്ന് ഒരു ടെൻഷനില് ഐസക് കുറച്ച് ടെൻഷനായിട്ട് പറയാണ്, നമുക്കെന്നാ പോകാം, ശരി. കളിയൊക്കെ നിർത്തിയിട്ട് രണ്ടാളും പോകാൻ തയ്യാറായി. ഐസക് നോഡ് എന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞ തലയാട്ടി കേട്ടു. തലയാട്ടുന്നതിനെയാണ് നോഡഡ് എന്ന് പറയാ. യെസ്, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഐസക് തലയാട്ടുകയാണ്. എന്നിട്ട് ഐസക്കും ഡിൽനയും കൂടെ വീടിന്റെ അകത്തോട്ട് പോയി. ബോത്ത് ഓഫ് ദം ക്വിക്ലി റൺ ഇൻ ടു ദ ഹൗസ്. അവരെങ്ങനെ പോയത്? ഓടി കയറി, വീടിന്റെ അകത്തോട്ട് ഓടി കയറി. They went straight to the kitchen and spotted a plate of cookies on the table. അപ്പൊ അവര് പെട്ടെന്ന് ഓടി വീടിന്റെ അകത്ത് കയറി. നേരെ പോയത് എങ്ങോട്ടാ? They went straight to the kitchen. അവർ രണ്ടാളും കൂടെ നല്ല കളിക്കുകയായിരുന്നു. അപ്പൊ കളിച്ച് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, നല്ല വിശപ്പായിട്ടുണ്ടാവും. അപ്പൊ രണ്ടാളും കൂടെ ഓടിപ്പോയി അടുക്കളയിൽ എന്താ കഴിക്കാനുള്ളത് നോക്കാൻ വേണ്ടി രണ്ടാളും ഓടിപ്പോയിട്ട് കിച്ചണിനകത്തോട്ട് പോയി. അപ്പോഴാണ് അവിടെ എന്തിരിക്കുന്നത് കണ്ടത്? ഒരു പ്ലേറ്റിലെ കുക്കീസ് ഇരിക്കുന്നത് കണ്ടത്. കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, കുക്കീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അല്ലെ. അത് കണ്ടതും ഐസക് എന്താ പറയുന്നത്? കുക്കീസ്.
Isaac said with a big smile as he grabbed one. അപ്പൊ കുക്കീസ് എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി അല്ലേ, കുക്കീസ് കണ്ട എല്ലാവർക്കും ഹാപ്പി ആവും അല്ലേ. അപ്പൊ കുക്കീസ് എന്ന് പറഞ്ഞാൽ ഐസക് നല്ല ഹാപ്പി ആയിട്ട് വേഗം ഒരു കുക്കി എടുത്തു. ഗ്രാപ്ഡ് വൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് സ്പീഡിൽ പോയിട്ട് ഒരു കുക്കി എടുത്തു. ഡില്ലൻ ടു ഗ്രാപ്ഡ് എ കുക്കി. പതുക്കെ എടുക്കല്ല, അതിവേഗത്തിൽ പോയിട്ട് ഡില്ലിയും എന്ത് ചെയ്തു, ഒരു കുക്കി എടുത്തു. മോം ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. There was no reply. എന്നിട്ട് ഐസക് എന്ത് ചെയ്യണം, കുക്കീസ് കഴിച്ചിട്ട് അമ്മയോട് പറയുകയാണ്. അമ്മയുണ്ട്, അപ്പൊ വീടിനകത്ത് അമ്മയുണ്ട്. അമ്മയടുത്ത് പറഞ്ഞു അമ്മേ മഴ വരാൻ പോകുന്നു എന്ന് ഐസക് എങ്ങനെ പറയുന്നത്, ഷൗട്ടഡ് എന്ന് വെച്ചാൽ നിലവിളിച്ചിട്ട് ഉറക്കെ പറയാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് റിപ്ലൈ ഒന്നുമില്ല. നിങ്ങൾ അമ്മേന്റെ അടുത്ത് അമ്മ മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും പറയില്ലേ, ആണോ മഴ വരികയാണോ എന്തെങ്കിലും ചെയ്യാനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയും ചിലപ്പോ. അതേപോലെ ഇവിടെ നമ്മൾ ഐസക് മഴ വരാൻ പോകുന്നു എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. There was no reply എന്ന് വെച്ചാൽ അമ്മ അവിടെ ഒന്നും മിണ്ടുന്നില്ല. Where were the children playing? എവിടെയാണ് കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നത്? The children were playing in the backyard of their house. Do you like playing in the rain? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? മഴയത്ത് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നോ എഴുതുക, ഇഷ്ടമാണെങ്കിൽ യെസ്. There was no reply from mother. What may be the reason? അപ്പൊ അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും കാരണം, എന്തായിരിക്കും? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജ് tears of fear. ഫിയർ എന്ന് വെച്ചാൽ എന്താ? ഫിയർ എന്ന് വെച്ചാൽ പേടി, ഭയം. അതിനെയാണ് നമ്മൾ ഫിയർ എന്ന് പറയുക. ടീയേഴ്സ് ഓഫ് ഫിയർ എന്ന് വെച്ചാൽ ഭയം വന്നു കഴിഞ്ഞാൽ, പേടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കരച്ചിൽ വരും അല്ലേ, കരയും. കരയുമ്പോൾ കണ്ണുനീര് വരില്ലേ, നമ്മൾ കണ്ണിന് വെള്ളം വരില്ലേ, അതാണ് ടിയർ എന്ന് പറയുന്നത്, ടീയേഴ്സ്. അപ്പൊ എന്തോ ഇവിടെ ഭയപ്പെടുത്തുന്ന എന്തോ സംഭവിച്ചു. അവരെന്ത് ചെയ്യണ, ആരാണ്, ഐസക് ആണോ ഡില്ലിനെ ആണോ കരഞ്ഞത് എന്നൊക്കെ നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ആദ്യം നമുക്കത് റീഡ് ചെയ്യാം. എന്താ ചിത്രത്തിൽ കാണുന്നത്? ഇവിടെ നോക്കൂ, നമ്മുടെ ഐസക് കരയുന്നുണ്ട് കേട്ടോ. ഐസക് കരയുന്നുണ്ട്. ഡില്ല അമ്മന്റെ അടുത്ത് അമ്മനെ നോക്കി നോക്കുന്നുണ്ട്. അമ്മ എന്താണ്, ഇവരുടെ അമ്മ, ഡില്ലിയുടെയും ഐസക്കിന്റെയും അമ്മ. അമ്മ എന്താ നിലത്ത് വീണ് കിടക്കുകയാണ് അല്ലെ. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു, അതുകൊണ്ടാണ് ഐസക് കരയുന്നത്. Tears of fear. Then they ran to the living room. അപ്പൊ അമ്മ ഒന്നും മിണ്ടുന്നില്ല, അമ്മയുടെ ശബ്ദം ഒന്നും കേൾക്കാണ്ടായപ്പോ അവർ കിച്ചണിൽ നിന്ന് നേരെ എങ്ങോട്ട് പോയി? ലിവിംഗ് റൂമിലോട്ട് പോയി. മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അപ്പൊ അവിടെ എന്താ കാണുന്നത്? അമ്മ നിലത്ത് വീണ് കിടക്കുകയാണ് അല്ലെ. അമ്മ മിണ്ടാതെ നിലത്ത് വീണ് കിടക്കുകയാണ്, ഉറങ്ങുന്ന പോലെ കിടക്കുന്നു. അപ്പൊ അവർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അപ്പൊ വേഗം തന്നെ ഡില്ല എന്ത് ചെയ്യണം, ഉറക്ക അമ്മയെ വിളിക്കുകയാണ്. മോം. ഡില്ല കോൾ ലൗഡ്ലി. ഉറക്ക അമ്മയെ വിളിച്ചു. ഷി ഡിഡ്ന്റ് ആൻസർ. അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. Why is mom lying on the floor? Is she sleeping? Isaac asked his sister. അപ്പൊ ഇത് കണ്ടപ്പോ ഐസക്കിന് കാര്യമൊന്നും മനസ്സിലായില്ല. ഐസക് എന്ത് ചെയ്യണം, സിസ്റ്ററോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ നിലത്ത് കിടക്കുന്നത്? ഫ്ലോർ എന്ന് വെച്ചാൽ നിലത്ത്. അമ്മ എന്തിനാണ് നിലത്ത് കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ എന്ന് ഐസക് എന്ത് ചെയ്യാണ്, സിസ്റ്ററിനോട്, ചേച്ചിയോട് ചോദിക്കുകയാണ്. മോം വേക്ക് അപ്പ്, ഹി ക്രൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, അവൻ ഉറക്കെ പറയുകയാണ് അല്ലെ, അമ്മയെ എഴുന്നേൽക്കൊണ്ട് പറയുകയാണ്. അപ്പൊ അവൻ കരച്ചിൽ തുടങ്ങി. നമ്മുടെ അമ്മ എഴുന്നേൽക്കാണ്ടായപ്പോ എന്ത് ചെയ്യാണ്, നമ്മുടെ ഐസക് കരച്ചിൽ വന്നു തുടങ്ങി. പക്ഷെ ഇവിടെ ക്രൈഡ്, ഹി ക്രൈഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയുന്നത് എന്നാണ് ഒരു മീനിങ് വരുന്നത്. അതായത് ഉറക്കെ പറയുകയാണ്, അമ്മയോട് പറയുകയാണ്, അമ്മ എഴുന്നേൽക്കൊണ്ട് പറയുകയാണ്. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. അപ്പൊ അവിടെ എന്താ അപ്പൊ സിസ്റ്റർ ആശ്വസിപ്പിക്കേണ്ടില്ല, ഐസക്കിനെ ആശ്വസിപ്പിക്കണം. ഡോണ്ട് വറി, നീ വിഷമിക്കേണ്ട ഐസക്, അമ്മയ്ക്ക് ഒന്നുമില്ല, അമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഡില്ല ഐസക്കിനെ ആശ്വസിപ്പിച്ചു. ഡില്ല സെഡ് ട്രൈ ടു കൺസോൾ ഹിം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഡില്ലയ്ക്കും പേടിയുണ്ട് അല്ലേ. പക്ഷെ ഡില്ല അനിയനെ ആശ്വസിപ്പിക്കണം. കൺസോൾ ചെയ്യാൻ എന്താ, ആശ്വസിപ്പിക്കുന്നതിനെയാണ് കൺസോൾ എന്ന് പറയുക കേട്ടോ. ലൈങ് എന്ന് വെച്ചാൽ കിടക്കുക. ഓക്കെ, ആശ്വസിപ്പിക്കുക കൺസോൾ എന്ന് വെച്ചാൽ. ഡില്ല റഷ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. പെട്ടെന്ന് തന്നെ ഡില്ല എന്ത് ചെയ്തു, അമ്മയുടെ അടുത്തോട്ട് വേഗത്തിൽ പോയി സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യണം, അമ്മയെ പതുക്കെ കുലുക്കി എഴുന്നേൽപ്പിക്കാൻ നോക്കും. ഷൂക്ക് ഹെർ ജെന്റ്ലി വെച്ചാൽ കുലുക്കുക, അമ്മയെ കുലുക്കിയിട്ട്, ജെന്റ്ലി വെച്ചാൽ പതുക്കെ അമ്മയെ കുലുക്കി എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. മോം പ്ലീസ് വേക്ക് അപ്പ്, ഡില്ല ബെഗ്ഡ് ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. എന്നിട്ട് എന്ത് ചെയ്യണം, കുലുക്കിയിട്ട് അമ്മയെ കുലുക്കിയിട്ട് എന്ത് പറയുകയാണ്, അമ്മയെ എഴുന്നേൽക്കൂ പറഞ്ഞിട്ട് ഡില്ല ബെഗ്ഡ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, കെഞ്ചി പറയുക, അമ്മയുടെ ഒന്ന് എഴുന്നേൽക്കുക അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഡില്ല അമ്മയോട് പറയുകയാണ്. പക്ഷെ അമ്മ മൂവ് ചെയ്യുന്നില്ല, അമ്മ അനങ്ങുന്നേ ഇല്ല അല്ലെ. ഡില്ല ട്രൈഡ് അഗെയിൻ. അപ്പൊ വീണ്ടും അവൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. കുറച്ചും കൂടെ വേഗത്തിൽ കുലുക്കി നോക്കി അമ്മയെ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുലുക്കി നോക്കുകയാണ്, അമ്മയെ വിളിക്കുകയാണ്. പക്ഷെ അമ്മ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. അതോടെ ഐസക് കരച്ചിൽ തുടങ്ങി. ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്, എന്താ കണ്ണൊക്കെ നിറഞ്ഞു ഐസക്കിന്റെ.
അപ്പൊ എന്തോ അവരുടെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു അല്ലെ, എന്താന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ, എന്തായിരിക്കും അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. വാട്ട് ഡിഡ് ഡിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്, എന്താണ് അമ്മ എഴുന്നേൽക്കാൻ വേണ്ടി ഡിൽന എന്താണ് ചെയ്തത്. വാട്ട് വിൽ ഡിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്, എന്തായിരിക്കും അവർ രണ്ടാളും അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക. their mother fainted and falls down on the floor, തല കറങ്ങി വീണതാവാം അല്ലെ. വാട്ട് ഡിഡ് ഡിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്, അമ്മ എഴുന്നേൽക്കാൻ വേണ്ടി ഡിൽന എന്താ ചെയ്തത്. ഡിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി, ആദ്യം പതുക്കെ അമ്മയെ തട്ടി വിളിച്ചു നോക്കി അല്ലേ, ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്, അമ്മ മൂവ് ചെയ്തില്ല. ഡിൽന ട്രൈഡ് അഗെയിൻ ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ, ഒന്നും കൂടെ ഹാർഡായിട്ട് അമ്മ എന്ത് ചെയ്യണം, വിളിച്ചു നോക്കുകയാണ്. വാട്ട് വിൽ ഡിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ് പേജ് നോക്കൂ. എന്തായിരിക്കും ഡിൽനയും ഐസക്കും അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ദേ മൈറ്റ് സീക്ക് ഹെൽപ്പ് ഫ്രം നൈബേഴ്സ്, അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആരാണോ നമ്മുടെ നൈബേഴ്സ് അവരെ വിളിക്കും അല്ലെ, ആദ്യം അവരെ വിളിച്ച്, നൈബേഴ്സ് ഉണ്ടെങ്കിൽ നൈബേഴ്സെ വിളിച്ച് ഹെൽപ്പ് നമ്മൾ ചോദിക്കും. അതേപോലെ നമ്മുടെ ഡിൽനയും ഐസക്കും എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അടുത്ത പേജിൽ. ദ കറേജ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ മീനിങ്, ധൈര്യം അല്ലെ. അപ്പൊ ആരാണ് ഇവിടെ ധൈര്യത്തോടെ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിൽന was only 8 years old, but as the elder child she had to do something. She felt scared, but she knew she had to stay calm. She looked everywhere. Suddenly Dilna remembered the game she used to play with her grandmother. She remembered her grandmother asking to call 101 in times of emergency. What's your name? Where do you live? Dilna realized this wasn't a game anymore. She knew what she had to do. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഡിൽന വാസ് ഓൺലി 8 years old അല്ലേ. ഡിൽനയ്ക്ക് എത്രയാണ് പ്രായം, 8 വയസ്സേ ഉള്ളൂ ഡിൽനയ്ക്ക്. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്, പക്ഷെ ആ വീട്ടിലെ എൽഡർ ചൈൽഡ് എന്ന് വെച്ചാൽ എന്താ, മൂത്ത കുട്ടിയാണ് അല്ലെ. നമ്മുടെ ഡിൽനയ്ക്ക് താഴെ അനിയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിൽന എൽഡർ ചൈൽഡ് ആണ്, അപ്പൊ അവൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അവിടെ ചെയ്യണം. ഷീ ഫെൽറ്റ് സ്കാർഡ്, അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയം ഉണ്ടാകും, അവളുടെ ഉള്ളിൽ ഭയമുണ്ട്. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. ഷീ ലുക്ക്ഡ് എവരിവെയർ, പക്ഷെ അവൾക്ക് എന്തറിയാം, അവളിപ്പോ ഈ സമയത്ത് ഒരുപാട് ടെൻഷൻ ആവാതെ കാമായിട്ട് ഇരിക്കണം. അതായത് ഒരുപാട് ടെൻഷൻ ഒന്നും ആവരുത്, കാം ആവണം. ഷീ ലുക്ക്ഡ് എവരിവെയർ, അവൾ എല്ലായിടത്തും നോക്കി. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്, സഡൻലി ഡിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്നാണ് ഡിൽന അവളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് ആലോചിച്ചത്. ഓക്കെ, ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ She remembered her grandmother asking to call 101 in times of emergency. അപ്പോൾ ഇവർ ഗെയിം ആയിട്ട് വെറുതെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ഗെയിം ഒക്കെ കളിക്കും. അതായത് എമർജൻസി നമ്പർ 101ലേക്ക് കോൾ ചെയ്തിട്ട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയൊക്കെ ഗ്രാൻഡ് മദറിന്റെ കൂടെ നമ്മുടെ ഡിൽന ഗെയിം കളിക്കും. അപ്പോൾ ഇതുപോലെ അവർ 101ലേക്ക് വിളിച്ച് സംസാരിക്കുന്ന പോലെയാണ് ഗ്രാൻഡ് മദറിന്റെ കൂടെ ഡിൽന ഗെയിം പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എമർജൻസി വരികയാണെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ 101ലേക്ക് വിളിക്കാനാണ് ഗ്രാൻഡ് മദർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ എന്താണ്, വാട്ട്സ് യുവർ നെയിം, വേർ ഡു യു ലീവ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് അടുത്ത ആള് ആൻസർ പറയും. ഇങ്ങനെയാണ് അവർ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. Dilna realized that this wasn't a game anymore. She knew what she had to do. അപ്പോൾ ഡിൽനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അത് വെറും ഒരു ഗെയിം അല്ല. അവൾക്ക് മനസ്സിലായി എന്താണ് അവൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അവൾക്ക് എന്ത് ചെയ്തു, അവൾക്ക് മനസ്സിലായി. ഇവിടെ എന്താ ചോദ്യം, അപ്പൊ എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വൈ ഡിഡ് ഡിൽന സ്റ്റേ കാം, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഡിൽന വളരെ ധൈര്യത്തോടു കൂടിയും അതേപോലെ ടെൻഷനൊന്നും ഇല്ലാതെ നിൽക്കാനുള്ള കാരണം എന്താണ്. ഷീ സ്റ്റേഡ് കാം ബിക്കോസ് ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു ഡ്യൂറിങ് എമർജൻസി. ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് ഒരു അത്യാഹിതം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഡിൽനയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്, ടെൻഷൻ ആവാതെ നിന്നത് അല്ലേ. പക്ഷെ അവൾക്ക് ഭയം ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലായിട്ട് ടെൻഷനായിട്ട് ഐസക്കിനെ പോലെ അവളും ചെറിയ കുട്ടിയാണ് അല്ലെ. ഡിൽനയും ചെറിയ കുട്ടി തന്നെയാണ്, 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവള് കരയാനൊന്നും നിന്നില്ല. What was the game that Dilna used to play with her grandmother? ഡിൽനയും ഗ്രാൻഡ് മദറും കൂടെ എന്ത് ഗെയിമാ കളിക്കുക. Her grandmother asking to call 101 in times of emergency. What do you think Dilna is going to do? എന്തായിരിക്കും ഡിൽന ചെയ്യാൻ പോകുന്നത്. Dilna is going to call the emergency helpline number 101 to seek help. അപ്പോൾ തീർച്ചയായിട്ടും 101ൽ എന്തിനാണ് നമ്മൾ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 101. അപ്പോൾ തീർച്ചയായിട്ടും അവൾ എന്ത് ചെയ്യും, ആ നമ്പറിലോട്ട് വിളിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് പേജ് ദ കോൾ ഫോർ ഹെൽപ്പ്. അപ്പോൾ ഹെൽപ്പിന് വേണ്ടി അവൾ എന്താ ചെയ്യുന്നത്, 101ലോട്ട് വിളിക്കുകയാണ് അല്ലേ. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽ 101 the helpline number. Her hands were shaking.
A lady's voice came on the line. 101, what's your emergency? Dilna took a deep breath. Hello, my name is Dilna. My mom is lying still on the floor, but I can't wake her up. The lady asked her, where is your father? Dilna replied, he is working abroad. Okay, Dilna, you are doing a great job. Can you tell me your address? The lady spoke softly but seriously. Dilna remembered to speak loudly and clearly, just like her grandmother had taught her. I live at 1203 Ramnagar Street in Cheruvapadi. Thank you, Dilna. I will help you. The lady said, stay on the phone with me until the fireman get there. Okay, Dilna agreed. അപ്പോൾ എന്താ സംഭവിച്ചു? ഡില്ല വേഗം തന്നെ ഫോണിൻ്റെ അടുത്ത് പോയി 101 വിളിച്ചു. ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് വിളിച്ചു കേട്ടോ. 101 എന്ന് പറയുന്നത് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. ഹെൽപ്പ് ലൈൻ നമ്പറേക്ക് വിളിച്ചു. അപ്പോൾ അവൾക്ക് ഭയം, അവൾക്ക് തീർച്ചയായിട്ടും ഭയമുണ്ട്. ഹെർ ഹാൻഡ്സ് വർ ഷേക്കി എന്ന് പറയാൻ കാരണം എന്താ? അവൾക്ക് ഭയന്നിട്ട് കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പോൾ ആ ഫോൺ ആരാണ് അവിടെ ഹെൽപ്പ് ലൈൻ ആരാണ് എടുത്തത്? ഒരു ലേഡി എടുത്തു അല്ലെ, ഒരു സ്ത്രീ എടുത്തു. 101 വാട്ട്സ് യുവർ, അപ്പോൾ അവർ ആ ലേഡി എന്താണ് പറയുന്നത്? 101 വാട്ട്സ് യുവർ എമർജൻസി, എന്താണ് നിങ്ങളുടെ എമർജൻസി എന്നാണ് അവർ ചോദിച്ചത്. ഡിൽന ടൂക്ക് എ ഡീപ് ബ്രീത്ത്. അപ്പോൾ അവൾ പറയാൻ വേണ്ടി ശ്വാസം അകത്തോട്ട് നന്നായി വലിച്ചു അല്ലേ, ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നതാണ്. ഹലോ, മൈ നെയിം ഇസ് ഡിൽന. എന്നിട്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് ഡിൽന. മൈ മോം ഇസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ ബട്ട് ഐ കാൻ വേക്ക് ഹെർ അപ്പ്. എൻ്റെ അമ്മ നിലത്ത് വീണ് കിടക്കുകയാണ്, എനിക്ക് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യണം? അവളുടെ പ്രശ്നം എന്താണെന്ന് അവരോട് പറയുകയാണ് അല്ലേ, അവളുടെ പ്രോബ്ലം, എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് അവൾ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. The lady asked, where is your father? അപ്പോൾ അവർ അടുത്ത ചോദ്യം എന്താ ചോദിച്ചത്? where is your father? അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അല്ലേ. ഡിൽന റിപ്ലൈഡ്. അപ്പോൾ ഡിൽനയുടെ അച്ഛൻ എവിടെയാണ്? ഡിൽനയുടെയും ഐസക്കിന്റെ അച്ഛൻ എവിടെയാണ്? അബ്രോഡിലാണ്, വിദേശത്താണ് അല്ലേ. ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്, വിദേശത്താണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഡിൽന അവരോട് പറഞ്ഞു. ഓക്കെ ഡിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ് എന്ന് പറയാണ്. അപ്പോൾ അവർ ലേഡി എന്ത് പറഞ്ഞു? വളരെ സോഫ്റ്റ് ആയിട്ട്, കാരണം ഒരു കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി, വളരെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ സീരിയസ് ആയിട്ട് എന്ത് പറയാണ്? നീ ചെയ്ത വളരെ ഗ്രേറ്റ് ജോബാണ് നീ ചെയ്തത്, നിങ്ങളുടെ അഡ്രസ്സ് പറയൂ എന്ന് പറയുകയാണ്. ഡിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ ഡിൽന എന്ത് ചെയ്തു? വളരെ ക്ലിയർ അഡ്രസ്സ് പറയുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയണം അല്ലേ, എന്നാലല്ലേ അവർക്ക് നമ്മളെ സഹായിക്കാൻ വരാൻ പറ്റുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ആൻഡ് ലൗഡ് ആയിട്ട് അവളെ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. എങ്ങനെയാണ് ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നത് അതേപോലെ വളരെ ലൗഡായിട്ട് ക്ലിയർ ആയിട്ട് അവൾ എന്ത് ചെയ്യണം? അവളെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ അഡ്രസ്സ് ആണ് ഇത്. ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെരുവാപ്പാടി. അവളുടെ അഡ്രസ്സ് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യുക? താങ്ക് യു ഡിൽന, ഐ വിൽ ഹെൽപ്പ് യു. തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ലേഡി പറയുകയാണ്. അതെന്ത് ചെയ്യാൻ പറയാണ്? സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, അപ്പോൾ ഫോൺ കട്ട് ചെയ്യരുത്, ഞങ്ങളുടെ ഇവിടുത്തെ ഫയർമാൻ വരുന്നവരെ ഫോൺ കട്ട് ചെയ്യരുതെന്ന് അവരെന്ത് ചെയ്തു? ഡിൽനയോട് പറഞ്ഞു. ഡിൽന എന്ത് ചെയ്തു? സമ്മതിച്ചു. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഹൂം ഡിഡ് ഡിൽന കോൾ ഫോർ ഹെൽപ്പ്? ആരെയാണ് ഡിൽന ഹെൽപ്പിന് വേണ്ടി കോൾ ചെയ്തത്? വാട്ട് ഡിഡ് ദ ലേഡി സേ? എന്താണ് ആ ലേഡി പറഞ്ഞത്? She called the emergency helpline number 101 of fire station. The lady asked Dilna's address and spoke softly but seriously. If you were Dilna, what would you do? നിങ്ങളാണ് ഡില്ലയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? If I were Dilna, I will first seek help from neighbors. Then I will immediately call to the helpline number. തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്മൾ നൈബേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും. ആരെങ്കിലും നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അവരുടെ ഹെൽപ്പ് ചോദിക്കും. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് കോൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പേജ്. ടൈംലി ഹെൽപ്പ്. അങ്ങനെ അവൾ ഹെൽപ്പ് ചോദിച്ച ഫയർമാൻ അവരുടെ വീട്ടിൽ വരികയാണ്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. Slowly she opened her eyes and they gave her some water to help her feel better. Mom, Isaac shouted with joy. Mom, these people helped us. Dilna said, thank you, the mother said softly, smiling at the fireman. One of the firemen said to the mother, your daughter did a great job. She is a hero. Dilna felt happy. Actually, I was scared, Dilna admitted. I just did what I had to do. The fireman smiled and patted her. അങ്ങനെ എന്ത് സംഭവിച്ചു? അവിടുന്ന് എന്ത് ചെയ്യാണ്? ഹെൽപ്പിന് വേണ്ടി ഫയർമാൻ വരികയാണ്. 2 പേര് വന്ന് അവർ എന്ത് ചെയ്തു? അമ്മയ്ക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു, രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? സ്ലോലി ഷീ ഓപ്പൺ. അപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ അവർ എന്ത് ചെയ്തു? കണ്ണ് തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അവർ കുറച്ച് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൊടുക്കണം അമ്മയ്ക്ക്. അപ്പോൾ അമ്മ എഴുന്നേറ്റപ്പോൾ ഐസക്കിന് ഒരുപാട് സന്തോഷമായി. മോം എന്ന് വിളിച്ച് സന്തോഷത്തോട് അമ്മേൻ്റെ അടുത്ത് പോവാണ് ഐസക്ക് അല്ലേ. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ഡിൽന സെഡ്. അപ്പോൾ ഡിൽന പറയണം, അമ്മ ഇവരാണ്
നമ്മളെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് ഫയർമാനെ പറയുകയാണ് അല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്തു, വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൈൽ ചെയ്ത് ആ ഫയർമാനെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യാണ്, താങ്ക് യു പറയുകയാണ്. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അപ്പൊ ഒരു ഫയർമാൻ എന്ത് ചെയ്തു, അമ്മയോട് പറയുകയാണ്, എന്താ പറയുന്നത്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, വലിയൊരു കാര്യമാണ് നിങ്ങളുടെ മകൾ ചെയ്തത്, അവൾ ശരിക്കും ഒരു ഹീറോയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡിൽനയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഡിൽന ഫെൽറ്റ് ഹാപ്പി. അപ്പൊ എന്നിട്ട് ഡിൽന എന്ത് പറയാണ്, ആക്ച്വലി ഐ വാസ് സ്കാഡ്, ഡിൽന അഡ്മിറ്റ്. അപ്പൊ ഡിൽന എന്ത് പറയാണ്, എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞോ, ഇല്ല അല്ലെ. ഡിൽന എന്ത് പറയാണ്, കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാനും പേടിച്ചു എന്ന്. അതായത് സ്കാഡ് എന്ന് വെച്ചാൽ ഭയത്തിൽ തന്നെയാണ് സ്കാഡ് എന്ന് പറയുക. ഞാനും പേടിച്ചു പോയി എന്ന് ഡിൽന സമ്മതിക്കുകയാണ് അവൾ ഭയന്ന കാര്യം. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു, ഞാൻ ചെയ്തത്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ചെയ്തത്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്തത്. The fireman smiled and patted her. അപ്പോൾ ഫയർമാൻ എന്ത് ചെയ്തു, സ്മൈൽ ചെയ്തിട്ട് അവളെ പാറ്റ് ചെയ്യണം. പാറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, തലോടുകയാണ്. ഇവിടെ 2 questions ഉണ്ട്. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. അമ്മ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്. ഫയർമാൻ എന്ത് ചെയ്തു, ഫയർമാൻ ചെക്ക്ഡ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലെ. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ഡിൽന വാസ് എ ഹീറോ. എന്തുകൊണ്ടാണ് ഡിൽന ഹീറോ ആണെന്ന് ഫയർമാൻ പറയാൻ കാരണം എന്താ, ബിക്കോസ് ഡിൽന കോൾ ടു 101 നമ്പർ നോട്ട് ബീങ് പാനിക്. പേടിക്കാതെ അവൾ എന്ത് ചെയ്തു, വേഗം എമർജൻസി നമ്പറിലോട്ട് വിളിച്ചു. ഷീ കൺവേ ദ പ്രോബ്ലം ടു ദം ആൻഡ് സീക്ക് ഹെൽപ്പ്. പ്രശ്നം എന്താന്ന് അവരോട് പറഞ്ഞിട്ട് ഹെൽപ്പ് ചോദിച്ചു അല്ലെ. നെക്സ്റ്റ് പേജ്, അവാർഡ് ഫോർ ബ്രേവറി. ബ്രേവറി എന്ന് വെച്ചാൽ എന്താ, ധീരത. After a few days, the fireman invited Dilna to the fire station. They gave her an award. She didn't really feel like a hero. She was glad that her mother was safe. As they felt the fire station, Dilna turned to Isaac and said, you know, in an emergency, it is important to know what to do. I will teach you just like grandmother taught me. Isaac looked up at his sister and smiled. Thanks, Dilna, you are the best. ഇത് എഴുതിയതാരാ, ഡിബോർത്ത് ലൈൻ. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ധീരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ധീരമായ പ്രവൃത്തി ആരാ ചെയ്തത്, ഡിൽനയാണ് ചെയ്തത് അല്ലേ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഭയന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്, വേഗം തന്നെ ആ സമയത്ത് വേണ്ട നമ്മളെ വളരെ ധൈര്യത്തോടു കൂടി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം അല്ലേ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ഡിൽന ചെയ്ത പോലെ. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പൊ ദ ഫയർമാൻ ഫയർമാൻ എന്ത് ചെയ്യണം, ഡിൽനെ ഫയർ സ്റ്റേഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അവരെന്ത് ചെയ്തു, നമ്മുടെ ഡിൽനയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ്, ധീരതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ അവൾ ഒരിക്കലും ഒരു ഹീറോ ആയിട്ട് ഫീൽ ചെയ്തിരുന്നില്ല. കാരണം അവൾ എന്താണ്, അവളുടെ അമ്മ സേഫായി ഇരിക്കണം എന്ന് മാത്രമാണ് അവൾ എന്ത് ചെയ്തത്, ചിന്തിച്ചത്, ആഗ്രഹിച്ചത് അല്ലെ. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ, അങ്ങനെ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഡിൽന ഐസക്കിനോട് പറയുകയാണ്, യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത്, അത്യാഹിതം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഞാൻ നിനക്ക് പറഞ്ഞു തരാം, എനിക്ക് ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഐസക് അപ്പം എന്ത് ചെയ്യാണ്, സിസ്റ്റർ നോക്കി സ്മൈൽ ചെയ്തിട്ട് എന്ത് പറഞ്ഞു, താങ്ക്സ് ഡിൽന, യു ആർ ദ ബെസ്റ്റ് എന്ന് നമ്മുടെ ഐസക് ഡിൽനെ നോക്കി പറയണം അല്ലേ. ശരിക്കും ഡില്ല എങ്ങനെയാണ്, ഹീറോ തന്നെയാണ് അല്ലേ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഭയന്നിരിക്കാതെ അവൾ എന്ത് ചെയ്തു, വേഗം തന്നെ വേണ്ട എമർജൻസി ആ സമയത്ത് എന്ത് ചെയ്യണമോ അത് ചെയ്തു, അവളെ അമ്മയെ രക്ഷപ്പെടുത്തി അല്ലേ. ഇവിടെ 3 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ഡിൽന ടു ദ ഫയർ സ്റ്റേഷൻ. എന്തിനാണ് ഫയർ സ്റ്റേഷനിലേക്ക് ഡിൽനെ ഇൻവൈറ്റ് ചെയ്തത്, ടു ഗീവ് ഹർ എ റിവാർഡ്, ഒരു റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വൈ ഡിഡ്ന്റ് ഡിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ. അപ്പൊ അവൾ എന്തുകൊണ്ടാണ് അവളെ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിന്റെ കാരണം എന്താ, ബിക്കോസ് ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് എന്ത് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊരു ഹീറോ ആവണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം, അല്ല അവൾ അമ്മ സേഫ് ആയിരിക്കണം എന്ന് മാത്രമാണ് അവൾ ആഗ്രഹിച്ചത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, എന്ത് ലെസൺ ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഡോണ്ട് ബി പാനിക് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാനിക് ആവരുത്, അത് ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. സ്റ്റേ കാം, കോൾ ഫോർ ഹെൽപ്പ് ആൻഡ് ആക്ട് വൈസ്ലി. ആ എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക, അതായത് പാനിക് ആവരുത്, ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.